ഇസ്ലാമിക് കൾച്ചറൽ അസോസിയേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സമൂഹത്തിൻ്റെ ഇടയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികൾക്കും മറ്റ് ഹിഫ്ള് കരസ്ഥമാക്കിയവർക്കും പുരസ്കാര വിതരണം. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, അതിന് പകരം വന്നത് കുർക്കോളി മൊയ്തീൻ അവർകളായിരുന്നു. ഈ പുരസ്കാര ചടങ്ങും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിലയേറിയ വാക്കുകൾ ഇന്ന് സമൂഹത്തിൻ്റെ ഇടയിൽ വളരെയധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഇടത്തരക്കാർ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അദ്ദേഹം ആധികാരികമായി സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ ചടങ്ങിലെ ചില ദൃശ്യങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഒന്ന് കേൾക്കാം. വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടം കൈവരിച്ച 2 നേട്ടങ്ങൾക്ക് അവാർഡുകൾ നൽകി ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ആ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വൈകുന്നേര സമയത്ത് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ആത്മീയ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും എന്നിങ്ങനെ വിദ്യാഭ്യാസത്തെ 2ആയി പരിചയപ്പെടുത്താമെങ്കിലും ആ 2 വിദ്യാഭ്യാസങ്ങളും സമുന്നയിക്കുന്ന ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗതി പ്രാപിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത്. വിജയം നേടിയെത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹാഫിസ് മുഹമ്മദ് റാസി അൽ ഖാസിമി അവരുടെ ഐസിയുടെ സെക്രട്ടറി ജനാബ് അബൂബക്കർ സാഹിബ് ട്രഷർ അഫ്സൽ മുന്ന, അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന സെന്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി കമ്മീഷണർ ജനറൽ അഡ്വക്കേറ്റ് അബ്ദുൽസലാം സാഹിബ് തുടങ്ങി ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അവാർഡ് ജേതാക്കളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് കൾച്ചറൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ എക്സലൻസ് അവാർഡ് 2026 എന്ന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാമെന്ന് എത്തിയിരുന്നത് കേരളത്തിന്റെ ബഹുമാന്യനായ പുതിയ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ സാഹിബുകളായിരുന്നു. പുതിയ മന്ത്രിസഭ UDF-ന്റെ ശ്രീ വി ഡി സതീശൻ അവരുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം സത്യപ്രതിജ്ഞ ചെയ്യുകയും അന്നേ ദിവസം രാത്രി ബഹുമാന്യനായ മന്ത്രിയെ സെക്രട്ടറിയും ഞാനും മുസ്ലിം ലീഗിന്റെ തിരുവനന്തപുരം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഹരീർ റഹ്മാൻ റൂമി സാഹിബുമായി കാണുകയും വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ ഔദ്യോഗിക ഈ പദവി തുടങ്ങുന്ന എൻ്റെ ആദ്യത്തെ പരിപാടിയാണ്. പ്രത്യേകിച്ച് ഹിഫ്ള് പൂർത്തീകരിച്ച പെൺമക്കൾക്ക് ഒരു അവാർഡ് കൊടുക്കുവാൻ കഴിയുന്നല്ല ആ ചാരിതാർത്ഥ്യം ഞങ്ങളെ അറിയിക്കുകയും നിർബന്ധമായും ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയുമാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കി അൽഹംദുലില്ലാ ഒരു 1.25 മണിക്കൂർ മുമ്പ് വരെ അദ്ദേഹം അറിയിച്ചിരുന്നു. അതിപ്രധാനമായ, അതായത് സ്കൂൾ ജൂൺ മാസം 1-ാം തീയതി തുടങ്ങുകയാണ്. ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രിന്റിംഗ് നടപടികൾ പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ ഇന്നത്തെ ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി അടിയന്തരമായി വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചുകൊണ്ടുപോകാൻ മന്ത്രിക്ക് നിർദ്ദേശം നൽകുകയും അദ്ദേഹം ആ യോഗത്തിൽ ഇരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ MLA ജനാബ് കുർക്കോളി മൊയ്തീൻ സാഹിബിനെ നിയോഗിക്കുകയും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് പകരം ഈ പരിപാടിയിലുള്ള എല്ലാ അനുമോദനങ്ങളും അറിയിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട MLA വളരെ പെട്ടെന്ന് കുറച്ച് സമയം നീണ്ടുപോയി. അല്ലെങ്കിൽ 5 മണിക്ക് തന്നെ മന്ത്രിയുടെ നിർദ്ദേശം കിട്ടിയതനുസരിച്ചാണ് ബഹുമാന്യനായ MLA വിളിപ്പിച്ചത്. എന്തു തന്നെയായാലും നമ്മൾ ഔപചാരികമായി ഒരു ക്ഷണം ഫോൺ കൂടെ ഉണ്ടായ അവസരത്തിലും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എത്തിയ ബഹുമാന്യനായ MLA ആദരപൂർവ്വം ഇസ്ലാമിക് കൾച്ചറൽ അസോസിയേഷന്റെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. ഞാനൊരു അധ്യക്ഷ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഇസ്ലാമിക് കൾച്ചറൽ അസോസിയേഷൻ തിരുവനന്തപുരം തലസ്ഥാന നഗര കേന്ദ്രമാക്കി ജീവകാരുടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തുടർന്നുള്ള പരിപാടികളിലൊക്കെ നിങ്ങളുടെയൊക്കെ സഹകരണം വേണം. ഇന്നത്തെ ബഹുമാനപ്പെട്ട ഞാൻ സംസാരിക്കേണ്ട വിഷയങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യപ്രഭാഷകൻ സംസാരിച്ചു കഴിഞ്ഞു.
ആത്മീയവും ഭൗതികവുമായ വിദ്യാഭ്യാസത്തെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള വിജയം കരസ്ഥമാക്കിയ ഫാത്തിമ ഫൈറൂസിനും അതുപോലെ തന്നെ 2 ആയിഷമാർക്കും ആസിയമാർക്കും ഹിഫ്ള് പൂർത്തിയാക്കിയ മക്കൾക്കുമുള്ള ആദരവാണ് ഇവിടെ നൽകുന്നത്. ഈ ചടങ്ങ് ഇവിടെ ആരംഭിക്കുവാൻ പോവുകയാണ്. എല്ലാവരും ഈ വിഷയത്തിൽ ഏറ്റവും പ്രിയങ്കരനായ വളരെയേറെ പ്രാധാന്യമുള്ള വളരെ മഹത്വമുള്ള ഈ പരിപാടി നൽകിയിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്തും ഇസ്ലാമിക് കൾച്ചർ അസോസിയേഷന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് AMK നൗഫൽ സാഹിബ് അവരുടെ വേദിയിലുള്ള യുവ പണ്ഡിതനും നിങ്ങളുടെ പ്രദേശത്തെ ഖത്തീബുമായിട്ടുള്ള പ്രിയങ്കരായ ഉസ്താദ് പ്രിയപ്പെട്ട മുഹമ്മദ് റാസി സാഹിബ് അവരുടെ ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കനായ സുഹൃത്ത് പ്രിയങ്കനായ അബൂബക്കർ സാഹിബ്, പ്രിയങ്കനായ നിങ്ങളുടെ കൺവീനർ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള നിസാർ അഹമ്മദ് സാഹിബ്, വേദിയിലും സദസ്യരുമായിട്ടുള്ള ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠാഞ്ചന്മാർ, സഹോദരിയുടെ കുട്ടികൾ, നിങ്ങൾ ഈ പരിപാടി എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് അത്ര സന്തോഷം ഉണ്ടാവില്ല എന്നും എനിക്കറിയാം. ഉണ്ടായി വന്ന സർക്കാരിലെ ബഹുമാനീയനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു പുറമേക്കുള്ള നിങ്ങളുടെ ജില്ലയിൽ തന്നെ ഒരു അനൗദ്യോഗിക പരിപാടിക്ക് ഇങ്ങനെയൊരു പരിപാടിക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതിൽ നിങ്ങൾ ഏറെ സന്തോഷത്തിലാണ് കാത്തിരുന്നത് എന്ന് എനിക്കറിയാം. എന്നെ കുറച്ച് സമയം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങ് ഇവിടെ നടത്തുന്നു. അതിലൊന്ന് പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ വിവരം എന്നെ അറിയിക്കുന്നു. ഇവിടെ പ്രിയങ്കനായ നൗഫൽ സാഹിബ് പറഞ്ഞു, അദ്ദേഹം നിങ്ങൾക്ക് വാക്ക് തന്നതാണ്, വരാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷെ അത്തരത്തിൽ സാധ്യതയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തിരിച്ചറിയുന്നവരാണ് തിരുവനന്തപുരം ജില്ലക്കാരായിട്ടുള്ള നിങ്ങൾ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് താല്പര്യമെടുത്ത് വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ അത് വിദ്യാഭ്യാസ വകുപ്പുമായി സ്കൂളുമായി ബന്ധപ്പെട്ട പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലെ ചർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം ഇരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടതില്ല. അപ്പം അതിലേക്ക് നിങ്ങളൊക്കെ ഒരു കൂട്ടുകാരൻ, ഇവരുടെയൊക്കെ ഒരു കൂട്ടുകാരൻ എന്ന് നിൽക്കാണ് എന്നെ എന്നിരുന്നാലും നിങ്ങളുടെ ഈ പരിപാടിയെ ഞാൻ അഭ്യർത്ഥിക്കുവാൻ ഇസ്ലാമിക് കൾച്ചർ അസോസിയേഷന്റെ സാരഥികളെയും പ്രവർത്തകരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ ഊഹിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി വന്നാണ് മന്ത്രിയെ ക്ഷണിച്ചതെന്ന് അറിഞ്ഞപ്പോൾ സംസാരിച്ചു. അപ്പോഴാണ് നിങ്ങളുടെ കഴിഞ്ഞ കാല 1.5 പതിറ്റാണ്ട് കാലത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഏകദേശം വിവരങ്ങൾ എന്നോട് പറഞ്ഞു. ദേശത്ത് ധാരാളം വീടുകൾ, അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വിദ്യാഭ്യാസ പ്രോത്സാഹന പരിപാടികൾ, അതൊക്കെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഏകദേശ വിവരം അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അഭിനന്ദിക്കേണ്ടത് വളരെയേറെ പ്രസക്തമാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അഭിനന്ദിക്കാൻ ഞാൻ മുന്നോട്ട് പോകുന്നത്. അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ കബൂലാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിതൊന്നും ചെയ്യുന്നത് ഇപ്പൊ നാളത്തെ പത്രത്തിലൊരു വാർത്തയ്ക്ക് വേണ്ടിയാണ്. സ്വാഭാവികമായി വാർത്ത വരും, കൊടുക്കും, ഒക്കെ സ്വാഭാവികം. നമ്മൾ അതിലേക്ക് താല്പര്യം അങ്ങനെ അതിലേക്ക് ചുരുങ്ങി പോകണം. പലപ്പോഴും അങ്ങനെ ആവാറുണ്ട്. പല സംഘടനകളും വരും നടത്തുമ്പോൾ ഞങ്ങളും ഉണ്ട്, ചില പരിപാടികളുമായി മുമ്പിലുണ്ട് എന്ന് ഇരുത്താൻ ഉള്ള ചിന്ത ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ വരാറുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ, അത്യാവശ്യം പ്രചരണ പരിപാടികളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ സംഘടിപ്പിക്കേണ്ടത് ഒരു സാമൂഹ്യമായ ഒരു ആവശ്യമാണ്. ഇത് ഒരു പ്രോത്സാഹനപരമായി നമുക്കതിന് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഗുണകരമാകും എന്ന് തിരിച്ചറിവും എനിക്കുണ്ട്. പക്ഷെ അതിലേക്ക് മാത്രമായി നമ്മൾ ഒതുങ്ങി പോകരുത്. അതിനാണ് വളർന്നു വരുന്ന പ്രവർത്തകന്മാരെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ നമ്മൾ തൊഴിൽപ്പെടുത്തേണ്ടത് എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് മികവാർന്ന വിജയം നേടിയ പല ആളുകളെയും നിങ്ങൾ ആദരിക്കുന്നു. അതുപോലെ നിങ്ങളല്ലേ
അഖ്ലാഖിന്റെ ആയ ആളുകളെ, കുട്ടികളെ, പെൺകുട്ടികളെ ആദരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ഏറ്റവും പുണ്യമുള്ള, ഏറ്റവും പ്രോത്സാഹനപരമായി നമ്മൾ ഈ കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഒരു സംഗതിയാണ് ഇത്. നമുക്കറിയാം, ഖുർആനിനോടുള്ള അഗമ്യമായ താല്പര്യം അതുണ്ടാവേണ്ടത് അത് തന്നെയാണ്. ഖുർആന്റെ വാക്താക്കളെ, ഖുർആനോട് ജനങ്ങളെ അടുപ്പിച്ച് നിർത്താൻ അതിന് വേണ്ട എല്ലാ ഇടപെടലുകളും നമ്മൾ നടത്തേണ്ടത്. പരിശുദ്ധ ഖുർആൻ മാത്രമാണ് നമുക്ക് അവലംബമായിട്ട് ഉള്ളത്. അതിൽ നമ്മൾ എത്ര അകന്നു പോകുന്നോ അതിനനുസരിച്ച് നമുക്ക് പ്രതിസന്ധിയും പ്രയാസങ്ങളും നിത്യേന നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ മേഖലയിൽ ഇന്നിപ്പോ ഭൗതിക രംഗത്ത് സൗകര്യങ്ങളിലേക്കാണ് എല്ലാവരും ആകൃഷ്ടരാകുന്നത്. പ്രവാചകന്റെ ഒരു വളരെ മഹത്തായ, ഇവിടെ റാസി ഉസ്താദ് ഇരിക്കാൻ, മുഹമ്മദ് റാസി അവിടെ ഇരിക്കുന്നു, വളരെ പ്രധാനപ്പെട്ട വളരെ ദീർഘമായ ഒരു ഹദീസ്. ഞാൻ ഓതിക്കേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 16 കാര്യങ്ങൾ എണ്ണി 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 പറഞ്ഞിരിക്കുകയാണ് ഹദീസ്. 16 കാര്യങ്ങൾ. ആ 16 കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ ഇടയിൽ നടന്നു വരികയാണ്. ഈ 16 കാര്യം ഭൂമിയിൽ ജനങ്ങൾക്കിടയിൽ വ്യാപകമായാൽ ഒരു മാല പൊട്ടി അതിലെ മണികൾ, ആ മുത്തുമണികൾ താഴേക്ക് ഉതിർന്നു വീഴും പ്രകാരം ദുരന്തങ്ങൾ ഭൂമിയിൽ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് പ്രവാചകൻ ആ രീതിയിലൂടെ വ്യക്തമാക്കിയത്. അതിലൊന്ന് പണം ആഗ്രഹിച്ചു പഠിക്കുക എന്നുള്ളതാണ്. പണം ആഗ്രഹിച്ചു പഠിക്കുക. പിന്നെ ഏതാ നല്ല ശമ്പളം, വലിയ ശമ്പളം കിട്ടാൻ, നല്ല തുക കിട്ടുന്ന ശമ്പളം, വലിയ തുക ശമ്പളമായി കിട്ടുന്നത് ഏത് ജോലിയാണ്, എന്നാൽ അതിലേക്ക് കുട്ടികളെ വിടാം എന്നുള്ള ഇടത്തേക്ക് പണ്ഡിതന്മാർ പോലും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പ്രയാസം തോന്നണ്ട. എവിടെ പഠിക്കണം, ഏത് ഡിഗ്രി എടുക്കണം, എങ്ങനെ എടുക്കണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ദൗർഭാഗ്യവശാൽ പഠനം നമുക്ക് അനിവാര്യമാണ്. എവിടെ നിന്ന് കിട്ടിയാലും വിജ്ഞാനം പെരുകിയെടുക്കണം എന്ന് പ്രവാചകൻ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് കൈമോശം വന്ന നിധിയാണ്, അത് എവിടെ കണ്ടാലും പെരുകിയെടുത്തോളൂ എന്ന് പ്രവാചകൻ പറഞ്ഞു. അത്രമാത്രം പഠനത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ള മതമാണ് ഇസ്ലാം. പക്ഷെ ഇന്ന് ഈ ഭൗതികതയുടെ ഈ സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവരും അതിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ധാർമ്മികമായി നമ്മുടെ മക്കളെ ഉയർത്തിയെടുക്കാൻ അതിനുള്ള പരിശ്രമം നമ്മൾ നടത്തിയില്ല എങ്കിൽ നാളത്തെ നമ്മുടെ ഒരു ജീവിതവും ഈ വരും തലമുറയിലെ ദുനിയാവിലെ ജീവിതവും അപകടപ്പെടുന്ന കാര്യം ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മുടെ ജില്ലയിലാണ് ഒരു 24-കാരൻ 5 ആളെ കൊന്നൊരു സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞു തരുന്നില്ല. 5 ആളെ, ഉമ്മാനടക്കം. ഉമ്മി മരിച്ചു എന്നാണ് വരെ കണക്ക്. ഞാൻ ആ വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്ന് വീട് അടങ്ങി വിളിക്കണം. അപ്പൊ ഉമ്മ മരിച്ചിട്ടില്ല, ഉമ്മ ആശുപത്രിയിലാണ്, ബാപ്പ ഗൾഫിലാണ്, ബാക്കിയുള്ളവരെല്ലാവരും മരിച്ചു. അപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ അടുത്തുള്ള ഒരാൾ പറഞ്ഞു, ആ മരിച്ച പെൺകുട്ടി, അവന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ വീട് ആ അപ്പുറത്താണ്, ആ കവലയിൽ ജീവനോടത്താണ്, ചൂണ്ടിക്കാണിക്കേണ്ട വീട്. അപ്പൊ എല്ലാവരും നിർബന്ധിച്ചപ്പോ ഞാൻ അവിടെ പോയി. അപ്പൊ ആ പെൺകുട്ടിയുടെ പിതാവ് ഇങ്ങനെ കൊലായിൽ മുറ്റത്തിൽ കാല് നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. കുറെ ആളുകൾ ചുറ്റും കൂടിയിരിക്കുന്നു. ഒരു കുഞ്ഞ് 2-3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് മടിയിലിരിക്കുകയും ചെയ്തു. ഞാൻ വെച്ചപ്പോൾ അയാൾ ആശ്വസിപ്പിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വന്ന് ഇങ്ങനെ സംസാരിച്ചു. ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പ്രയാസത്തോടു കൂടി അയാൾ കാര്യം പറഞ്ഞ് അയാൾ ആശ്വസിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അടുത്തുള്ള ആളുകൾ പറഞ്ഞു, ഇയാള് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായിരുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ എല്ലാ ആളുകളോട് പറഞ്ഞു, അയാൾ മാത്രമല്ല പെൺകുട്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഞാൻ 21 വയസ്സുള്ള പെൺകുട്ടിയും 24-കാരനായ ആൺകുട്ടിയും രണ്ടും നമ്മുടെ സമുദായക്കാർ. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് താമരശ്ശേരിയിൽ മറ്റൊരു 23-കാരൻ ഉമ്മാനെ വെട്ടി നോക്കിക്കൊണ്ടത്. പോലീസിന് കൊടുത്ത മൊഴിയിൽ അവൻ പറഞ്ഞത്, എന്നെ ഗർഭം ധരിച്ചതിന് ഞാൻ കൊടുത്ത ശിക്ഷയാണ് ഉമ്മാക്ക് എന്ന് കൂടി പറഞ്ഞു.
നമ്മളൊന്ന് ആലോചിച്ചു. അപ്പൊ നമ്മുടെ അടുത്ത തലമുറ, ആ തലമുറയുടെ ഉത്കൃഷ്ടരായ ഒരു വിഭാഗമായി, ഒരു തലമുറയായി നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മുടെ ഈ തലമുറ അതിന് പരിശ്രമിക്കുന്നതാണ്. നമ്മൾ നീയത്തോടെയായിരിക്കണം. ഹാഫിളാത്തുകളെ നമ്മൾ ആദരിക്കാൻ വേണ്ടി വിളിച്ചു ചേർത്തോളൂ. അവരിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമാകണം എന്നുള്ളതുകൊണ്ടാണ്. ആ നീയത്താണ് നമുക്കുണ്ടാവുക. അതുകൊണ്ട് അവര് ആ രീതിയിൽ അവരുടെ വളർച്ചയും അവരുടെ തുടർന്നുള്ള ജീവിത രീതിയും അതനുസരിച്ച് തന്നെ തുടരാനുള്ള പ്രചോദനവും സൗകര്യങ്ങളും അവർക്കുണ്ടാവണം. അതേപോലെ അവരുടെ പിൻഗാമികൾ, അവരുടെ സഹോദരി, കൂട്ടുകാർ, അവരുടെ സഹപാഠികൾ, അവരൊക്കെ ഇതിനെ പ്രചോദിപ്പിക്കുവാൻ ഇതൊരു കാരണമാണ്. ഭൗതികമായും മതപരമായും നല്ല വിദ്യാഭ്യാസം നമ്മുടെ തലമുറക്ക് കൊടുക്കണം. ധാർമ്മികമായ ചിന്തയിൽ അധിഷ്ഠമായ ഒരു തലമുറ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അതിനൊക്കെ പ്രേരകമാവട്ടെ നമ്മുടെ ഈ ICAയുടെ ഇസ്ലാമിക് കൾച്ചറൽ അസോസിയേഷന്റെ ഈ മഹത്തായ പരിപാടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നമ്മൾ നടത്തുന്ന ഇടപെടൽ, നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ഊട്ടി പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു വളരെ സന്തോഷം. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ അഭിനന്ദിച്ചത്. നമുക്കറിയാം, ഇന്ന് സർക്കാരുകൾക്ക് മാത്രം ജനങ്ങളെ, അവരുടെ ആനുകൂല്യങ്ങൾ മാത്രം കിട്ടി ജനങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ്. മാത്രമല്ല, നമ്മൾ അറിയാതെ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ ദുരന്തമുണ്ട്. ഇന്ന് ദാരിദ്ര്യവൽക്കരണം നടക്കുകയാണ് നാട്ടിൽ. നമ്മളതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ദാരിദ്ര്യവൽക്കരണം നടക്കുകയാണ്. ദാരിദ്ര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദിവസത്തെ ചെലവിനാവശ്യമുള്ള വരവ് അതിന് ഒത്തുപോയാൽ ഒപ്പിച്ചിങ്ങനെ പോകും. അതിന് വരവ് കുറവും ചെലവ് കൂടുതലുമായാലും, ഒരു കുഞ്ഞിന് അസുഖം വന്നാൽ, കുഞ്ഞിനെ പഠിപ്പിക്കാൻ മുതിർന്ന ക്ലാസ്സിലേക്ക് അയക്കേണ്ടി വന്നാൽ, ഒരു വീട് വെക്കേണ്ടി വന്നാൽ, ഈ രംഗങ്ങളിൽ, ഈ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സാധാരണക്കാരുടെ ഒരു ജീവിത സാഹചര്യം ഒന്ന് ആലോചിച്ചു നോക്കുക. നിത്യം ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആള്, അവന്റെ ഒരു ദിവസത്തെ വരുമാനം കൊണ്ട് അവന്റെ വീട്ടിലെ ചെലവ് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ വരുമാനമുണ്ട്, 1000 രൂപ അവന് ചെലവും വരുന്നുണ്ട്. 1000 രൂപ ചെലവുണ്ട്, അവന് വരുമാനം 750 ഉള്ളൂ. 250 ദിവസം അവൻ കടക്കാരനാണ്. നമ്മളെ ഇടയിലെ ഇടത്തരക്കാരായിട്ടുള്ള വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ നമ്മളെല്ലാവരും ഉണ്ടാവും. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച സാമ്പത്തികമായി സൗകര്യമുള്ള ആളുകൾക്ക് മറ്റാളുടെ സഹായം വേണ്ട. അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ സമ്പത്തും സൗകര്യങ്ങളും അവരുണ്ട്. എന്നാൽ ഇതിന് ഇടയിലുള്ള കുറച്ച് ജനങ്ങളുണ്ട്. അവന് ഡ്രസ്സ് കണ്ടാൽ വളരെ ഭംഗിയുള്ളതായിരിക്കും, അവന് പെരുമാറ്റത്തിൽ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നില്ല. എന്നാൽ അവന്റെ മനസ്സ് നീറി കഴിയുന്നവരായിരിക്കും അവർ. നമ്മൾ അയൽക്കാർ പോലും, ബന്ധുക്കൾ പോലും അക്കൂട്ടത്തിൽ ഉണ്ടാവാം. അവരെ തിരിച്ചറിയാൻ, അവരെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അവന്റെ കുറവുകൾ, അവന്റെ പ്രയാസങ്ങളെ തിരിച്ചറിഞ്ഞ് അവനെ സഹായിക്കുവാൻ നാം വ്യക്തിപരമായി സംഘടനകളെ മുമ്പിൽ അവതരിപ്പിച്ച് അവർക്ക് ഒരു കൂട്ടമായി എന്തെങ്കിലുമൊക്കെ സമാഹരിച്ച് കൊണ്ടുപോയി കൊടുക്കണമെന്നല്ല, നാം വ്യക്തിബന്ധങ്ങളിലൂടെ അവരൊക്കെ തിരിച്ചറിഞ്ഞ്, തന്റെ അയൽക്കാരനെയും തന്റെ ബന്ധുക്കളെയും തിരിച്ചറിഞ്ഞ് ആവശ്യമുള്ള ഒരു കൈ സഹായം അവരെത്തിക്കാൻ അള്ളാഹുവിന്റെ നിഅമത്തുകൾ ലഭിച്ച സൗകര്യങ്ങളുള്ള, അനുഗ്രഹങ്ങളുള്ള ആളുകൾ തയ്യാറാകേണ്ടതുണ്ട്. ആ ഒരു മാനസികാവസ്ഥ കൂടി നമ്മൾ ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാം. ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ തന്നെ ഖാദിമായി ഉണ്ടായിരുന്ന ഒരു സഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു, ഇനി ജനങ്ങളുടെ ഇടയിൽ പോയി പ്രവർത്തിക്കാൻ വേണ്ടി അനുഭവത്തിനുള്ള ആവശ്യമുണ്ട്. ജനങ്ങളുടെ ഇടയിൽ. അപ്പൊ തന്നെ പ്രവാചകൻ ആ പ്രവർത്തനത്തിന് കിട്ടുന്ന പ്രതിഫലം കൂടി, വലിയ പ്രതിഫലം കൂടി തുറന്നങ്ങ് പറഞ്ഞു. അപ്പൊ നമ്മള് ഖതീബ് റാസി ഉസ്താദിന്റെ കൂടെ ഒരു ഖാദിമായുള്ള ഒരാളോട് നാളെ ഇങ്ങോട്ട് വരണ്ട, നാളെ ഈ വേറൊരു വഴിക്ക് പോയിക്കോ എന്ന് പറഞ്ഞാൽ അതൊരു പ്രയാസം നമുക്ക് ആലോചിക്കാം.
പ്രവാചകന്റെ ഒരു ഖാദിമിനോട് ജനങ്ങളുടെ ഇടയിലേക്ക് പോയി പ്രവചിക്കാൻ വേണ്ടി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ പ്രയാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ജനങ്ങളുടെ ഇടയിൽ പോയി പ്രവർത്തിക്കുന്നതിന് മസ്ജിദുൻ നബവിയിൽ ഇരിക്കുന്നതിന്റെ 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തന്നെയാണ് പറയുന്നത്, എന്റെ പ്രവാചകൻ ഇങ്ങനെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മഹാനായ പണ്ഡിതൻ തന്നെ, സ്വഹാബി തന്നെ ലോകത്തോട് വിളംബരം ചെയ്യുക. അപ്പൊ നമ്മൾ നിയ്യത്തുണ്ടാകേണ്ടതാണ് പ്രവാചകൻ പറഞ്ഞ ആ ജനങ്ങളുടെ ഇടയിലെ പ്രവർത്തനം, ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കുക എന്നുള്ളത്. ഇന്നത്തെ സാമൂഹ്യ പ്രവർത്തനത്തെ നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ്. ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ കാണിച്ച് നമ്മളെ തലമുറയെ ഇത് പഠിപ്പിച്ച് മാതൃകാപരമായി മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് വിളിച്ചത്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യോഗ നടപടികൾ അവസാനിച്ചു.